നോക്കൂ, ഇതൊരു എല്ലാവർക്കും അറിയാം, ഒരു കോൺഗ്രസിൻ്റെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്, നുണ പറയുന്നൊരു രാഷ്ട്രീയം. ഇത് വേറൊരു നുണ. ഇത് കോൺഗ്രസ് പഠിച്ചത് എവിടുന്നാണെന്ന് ഞാൻ പറഞ്ഞുതരാം. തെലങ്കാനയിൽ അവർ നന്നായിട്ട് സക്സസ്ഫുള്ളി ഒരു ക്യാമ്പയിൻ നടത്തി. BRSും BJPയും ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിക്കാൻ പോകുന്നത്. അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അത് പറഞ്ഞ് ഈ ഹിറ്റ്ലറിൻ്റെ സമയത്ത് ഒരു ഗോബൽസ് എന്ന് പറഞ്ഞൊരു പ്രൊപ്പഗാൻഡ മിനിസ്റ്റർ ഉണ്ടായിരുന്നു. നുണ പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ അത് സത്യമാക്കാൻ ഒരു രാഷ്ട്രീയം അവിടെ നടന്നു. അവിടെ മുസ്ലിം വോട്ട് ഒറ്റക്കെട്ടായിട്ട് BRSനെ വിട്ടിട്ട് കോൺഗ്രസിലെത്തി. അത് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നു. അത് നടക്കില്ല. ഞാനൊരു ഒരു ക്ലിയർ ആയിട്ട് പറയട്ടെ, നിങ്ങളെല്ലാവരും ഒരു എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്. ലെഫ്റ്റും കോൺഗ്രസ് അല്ലേ തമ്മിൽ ഇന്ത്യ അലയൻസിൽ ഇരിക്കുന്നത്, അവിടെ ചായം പരിപ്പോടെ കഴിക്കുന്നത്? അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയിലല്ലേ ഒരു വ്യത്യാസമില്ലാത്തത്? അവരല്ലേ ഈ ലെഫ്റ്റ് ഓഫ് സെൻറ്റർ സോഷ്യലിസം, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് പറഞ്ഞ് നടക്കുന്നത്? ഞങ്ങളുടെ ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞാൽ വികസനം. ഞങ്ങൾ വിശ്വസിക്കുന്നത് യൂത്തിനെ എംപവർ ചെയ്താൽ, അവരെ ഓൺട്രപ്രണേഴ്സ് ആക്കിയ, അവരെ സ്റ്റാർട്ടപ്പ്. നമ്മൾ BJPയും NDAയും തമ്മിൽ, പിന്നെ ലെഫ്റ്റിൻ്റെ തമ്മിൽ എന്താണ് സിമിലാരിറ്റി? ഒരു ഐഡിയോളജിക്കൽ സിമിലാരിറ്റി ഇല്ല. സിമിലാരിറ്റി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസും LDFും. അതെ അതെ അല്ല, അതൊരു വേറെ നുണയല്ലേ അത്? നോക്കൂ, അത് ഭൂപേന്ദർ യാദവ്, ഞാൻ അതിനു വേണ്ടി ഡൽഹി പോയി, എനിക്കറിയാം ഇവർ പറയുന്നത്. ഭൂപേന്ദർ യാദവ് ക്ലാരിഫൈ ചെയ്തു, ഈ സെക്ഷൻ 11 വൈൽഡ് ലൈഫ് റൈറ്റ്സ് ആക്ടിൽ ഈ പവർ കൊടുത്തിരിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് പവർ ഉണ്ട് അത് പഞ്ചായത്തിന് കൊടുക്കാൻ. അത് നമ്മുടെ നാട്ടിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലത്ത് മുനിസിപ്പാലിറ്റിയിൽ ഇത് കാട്ടുപന്നീനെ കൊന്നിട്ടുണ്ട്. അവിടെ LDF അല്ലേ ഭരിക്കുന്നത്? അല്ല, ഒറ്റപ്പാലം നമ്മുടെ നാട്ടിൻ്റെ ഒരു മുനിസിപ്പാലിറ്റി അല്ലേ? അവിടെ ചെയ്യുമ്പോൾ എന്താ ഇവിടെ ചെയ്യാത്തത്? എൻ്റെ ഒരു തിയറി ഞാൻ പറഞ്ഞുതരാം. ഇത് സത്യമാണെന്ന് എനിക്ക് പ്രൂഫൊന്നുമില്ല, തെളിവൊന്നുമില്ല. ഇവിടെ മലയോര ജനങ്ങളുടെ ഒരു എതിരെയാണ് ലെഫ്റ്റ്. ഞാൻ ഒരു സംശയമില്ലാണ് ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇവിടെ ചെയ്യേണ്ടെന്ന് അവർ തീരുമാനിച്ചു. ഒറ്റപ്പാലത്ത് ചെയ്യാം, ഇവിടെ ചെയ്യണ്ട. ഇവിടെ അനന്തു മരിച്ചാൽ ഇവിടെ ഒരു നീതിവിരോധം, ഇലക്ട്രിസിറ്റി എടുത്ത് പന്നീനെ കൊന്ന് അതിനെ വിൽക്കാൻ ഒരു പാവം ആരെങ്കിലും ചെയ്യാൻ നോക്കിയാൽ അതല്ല സെൻട്രൽ ഗവൺമെന്റ് ചെയ്യണം. അതെങ്ങനെയത്? അതൊരു ദുർപ്രചരണം, ഒരു നുണ. എന്ത് ചെയ്യണോ? അല്ല, ഈ ആക്ട് വായിച്ചിട്ടുണ്ടോ? അല്ല, വൈൽഡ് ലൈഫ് റൈറ്റ്സ് ആക്ടിൽ സെക്ഷൻ 11 വായിച്ചാൽ അതിൽ വ്യക്തമാണ്. അല്ല, ഞാൻ പറഞ്ഞു കേൾക്കും. അതിൽ ഹ്യൂമൻ ഡേഞ്ചർ ഏതെങ്കിലും ഒരു ആനിമൽ റെപ്രസെൻറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഹ്യൂമൻ്റെ ആ തൊഴിൽ കർഷകരാണെങ്കിൽ അത് ചെയ്താൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ്റെ ആവശ്യമില്ല. ഒറ്റപ്പാലം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കേരളത്തിൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ കാട്ടുപന്നീനെ കൊല്ലുന്നു. അവിടുന്ന് സെൻട്രൽ ഗവൺമെൻറ് എഴുത്തൊന്നും വന്നില്ലല്ലോ. ഇതിപ്പോൾ ബട നടന്നത് കാട്ടുപന്നിയല്ലേ? കടുവ, ആന അത് വേറെ, അതൊരു വേറെ സെക്ഷനിൽ. ഇത് ബട നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാട്ടുപന്നീൻ്റെ ഒരു ശല്യമല്ലേ? അല്ല, അത് വേറെ ഇഷ്യൂ ആണ്, അതൊരു വൈൽഡ് ലൈഫ് ഇഷ്യൂ ആണ്. ഇത് അനന്തു നടന്നത് കാട്ടുപന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു ഇല്ലീഗൽ ഒരു ഇലക്ട്രിക്കൽ ഫെൻസ് ചെയ്തതല്ലേ? അതല്ലേ സത്യം? ഇവിടെ ചെയ്യുന്നില്ലല്ലോ, നിലമ്പൂരിൽ ചെയ്യുന്നില്ല. ഞാൻ നിലമ്പൂരിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. ഒറ്റപ്പാലത്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ചെയ്യുന്നില്ല എന്ന് എന്തുകൊണ്ട് ചോദിച്ചാൽ അല്ല, സെൻട്രൽ ഗവൺമെന്റ് അതിന്റെ അനുമാനം തരണം. അത് നുണയാണ്. അല്ല, അതെന്തിനാ ഞാൻ തീരുമാനിക്കേണ്ടത്? അത് 2 പാർട്ടിയാണോ 3 ആണോ 4 ആണോ? 2 പാർട്ടിയും 2 ഓർഗനൈസേഷൻ പ്രീണ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രൂഫല്ലേ?
ആ ആ ആ അപ്പൊ ആ രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്.